ക്ഷേമ പെൻഷൻ വിതരണം കൈക്കൂലിയാണെന്ന് പറഞ്ഞ് പെൻഷൻകാരെ ആക്ഷേപിച്ച കോൺഗ്രസ് നേതാവും ആലപ്പുഴ എംപിയുമായ കെ.സി. വേണുഗോപാൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പി.എ. അഖിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ വിതരണം വോട്ടിനു വേണ്ടിയുള്ള കൈക്കൂലിയാണെന്ന പ്രസ്താവനയിലൂടെ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ച കെ.സി. വേണുഗോപാൽ എം പി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുകുളത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. മുതുകുളം കല്ലുമൂട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഹൈസ്കൂൾ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.എ. അഖിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ആർ. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കെ. സിനുനാഥ്, എബി മാത്യു, ജി. മുരുകേഷ്, എസ്.ആർ. അമൽ, വിപിനചന്ദ്രൻ, ലിജോ റിച്ചാർഡ് എന്നിവർ സംസാരിച്ചു. സാഹചര്യം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ നമ്മുടെ ആലപ്പുഴയെ പ്രതിനിധീകരിക്കുന്ന എം പിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായിട്ടുള്ള ശ്രീമാൻ കെ.സി. വേണുഗോപാൽ ഒരു പ്രസംഗത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ വാർദ്ധക്യകാലത്ത് അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി അല്ലെ അവരുടെ മറ്റ് മരുന്ന് പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള പെൻഷൻ അത് LDFിൻ്റെ അല്ലെ ഇടതുപക്ഷത്തിൻ്റെ കൈക്കൂലിയാണ്, നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നൽകുന്ന കൈക്കൂലിയാണ് എന്ന നിലയിലുള്ള പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസ്താവന നടത്തി ഈ കേരളത്തിലെ പെൻഷൻ മേടിക്കുന്ന ആളുകളാകെ കൈക്കൂലി വാങ്ങി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരാണ് എന്ന് ആക്ഷേപിക്കുന്ന സമീപനമാണ് ഈ ഇവിടുത്തെ എം പി കൂടിയായിട്ടുള്ള ശ്രീമാൻ കെ.സി. വേണുഗോപാൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഇതിപ്പോൾ മാത്രമല്ല, ഇത് കുറേ കാലമായി കേരളത്തിലെ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം തന്നെ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ്. E.K. നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ കേരളത്തിൽ ആദ്യമായി പെൻഷൻ അനുവദിക്കുന്നത്. അങ്ങനെ പെൻഷൻ കൊടുക്കാൻ തയ്യാറായപ്പോൾ അന്ന് പ്രതിപക്ഷത്തായിരുന്ന ശ്രീമാൻ കെ. കരുണാകരൻ അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിച്ചത് ഇത് പെൻഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉൽപ്പാദനപരമല്ല, അതോടൊപ്പം തന്നെ ഈ പെൻഷൻ കൊണ്ടുപോയി ആളുകൾ കള്ളു കുടിക്കും എന്ന് പറഞ്ഞ് അന്നു മുതൽ ഈ പെൻഷനെ ആക്ഷേപിക്കുന്ന ആളുകളാണ്. ഇവർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് ഈ പെൻഷൻ നൽകാറില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തോളം കുടിശ്ശിക വരുത്തിയ ആളുകളാണ്. അതിനുശേഷമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ വരികയും പെൻഷൻ 1000 വർദ്ധിപ്പിക്കുകയും അതിനുശേഷം ആ ഗവൺമെൻറ് കാലാവധി പൂർത്തീകരിക്കുമ്പോൾ 1600 വർദ്ധിപ്പിച്ച് മുടക്കമില്ലാതെ ഈ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ചില സാമ്പത്തിക പ്രതിസന്ധികളുടെ ഭാഗമായി 3-4 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് ആ കുടിശ്ശികകളാകെ പൂർത്തീകരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാകെ ഈ പെൻഷനെ ആക്ഷേപിക്കുകയും പെൻഷൻ വാങ്ങുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പുതിയ സംഭവമല്ല. ഇതിങ്ങനെ പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാരായി ആക്ഷേപിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ മോശമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെതിരായി ഇത്തരം പ്രസ്താവനകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്താകെ അതിശക്തമായി സംഘടിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ